ഹലോ ഗൈസ്, ഞാൻ ഇപ്പോൾ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സച്ചിനെ കണ്ടിട്ട് നമ്മുടെ ജഡ്ജി ചോദിക്കുകയാണ്, ഇയാൾ ആരാ, ഇങ്ങനെയാണോ കോടതി പെരുമാറേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയാണ്, ക്ഷമിക്കണം സാർ, ഇതെൻ്റെ രണ്ടാമത്തെ മോനാ എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി പറയാണ്, സാർ സോറി, എനിക്കറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, ദേവിയത് അച്ഛൻ്റെ പെൻഷൻ അനുവദിച്ചു കൊടുക്കണം. ഞാനൊക്കെ ചെറുപ്പം തൊട്ട് എഴുന്നേൽക്കുന്നതിന് മുമ്പേ അച്ഛൻ പണിക്ക് പോകുന്നതും തിരിച്ച് ഉറങ്ങിക്കഴിഞ്ഞ് വരുന്നതാണ് കാണുന്നത്. അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ അച്ഛൻ പണിയെടുത്തേക്കുന്നത് കണ്ടേക്കുന്നത്. ഒരു ദിവസമാണ് ഒരാഴ്ചയിൽ ഞാൻ എൻ്റെ അച്ഛനെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ജഡ്ജിക്ക് വിഷമം വരുവാണ്. അത് കഴിയുമ്പോഴത്തേക്കും എതിർകക്ഷിയോട് ചോദിക്കുകയാണ്, തനിക്ക് ഇയാൾക്കെതിരെ വേറെ വല്ല പരാതിയുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയാണ്, ഉണ്ട് സാർ, ഇതല്ലാണ്ട് പരാതിയുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഒരാളെ വണ്ടി ഇടിപ്പിച്ച് കൊന്നു എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ജഡ്ജിക്ക് ദേഷ്യം വരുവാണ്. ജഡ്ജി പറയാണ്, അതിന് ഇയാൾ മനഃപൂർവ്വം വണ്ടി ഇടിപ്പിച്ച് കൊന്നാണോ? അങ്ങനൊന്നും ഞാൻ എവിടെയും കണ്ടില്ലല്ലോടോ സർവീസ് റെക്കോർഡിൽ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ആളാകെ അങ്ങ് പതുങ്ങുവാണ്. എന്നിട്ട് പറയുകയാണ്, തൻ്റെ വീട്ടിൽ നിന്നുള്ള കാശ് എടുത്ത് കൊടുക്കാനല്ല പറഞ്ഞത്, അയാൾക്ക് അർഹതപ്പെട്ട് കാശ് കൊടുക്കാനാണ് പറഞ്ഞത്, അത് കൊടുത്തിരിക്കണമെന്ന് ജഡ്ജി വിധിക്കുവാണ് കേട്ടോ. നഷ്ടപരിഹാരമായിട്ട് 1,00,000 രൂപയും കൊടുക്കണമെന്ന് പറയുവാണ്. ഇത് കേൾക്കുന്ന സച്ചിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എന്നിട്ട് സച്ചി എഴുന്നേറ്റ് നിന്ന് കോടതിയിൽ ജഡ്ജിയോട് പറയുക, സാർ, നീതി ന്യായമൊക്കെ ഈ കാലത്തില്ലാന്ന് ഓർത്തുകൊണ്ടിരുന്നത്, ശരിക്കുള്ള ഹീറോ സാറാന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ജഡ്ജിക്ക് ചെറുതായിട്ട് ചിരി വരുന്നുണ്ട്. ജഡ്ജി എന്നിട്ടൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് കേസ് ഡിസ്മിസ് ചെയ്ത് കോടതി പിരിയുവാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സച്ചി മധുസൂദനോട് പറയുന്നുണ്ട്, ഇനി തൻ്റെ അഹങ്കാരമൊക്കെ തീർന്നല്ലോ, 1,00,000 താൻ അയക്കുമോ അതോ വീട്ടിൽ കൊണ്ടുത്തരുമോ, എങ്ങനെയാണെന്നിങ്ങനെ ചോദിക്കുവാണ് കേട്ടോ, കളിയാക്കി. ആ സമയത്ത് പുള്ളി പറയുവാണ്, ഇനി മേലെ നമ്മൾ തമ്മിൽ കാണില്ല എന്ന് രവീന്ദ്രനോട് വെല്ലുവിളിക്കുന്ന പോലെ പറയുവാണ് കേട്ടോ. അപ്പോൾ സച്ചി വീണ്ടും പറയുന്നുണ്ട്, കാണാതിരിക്കാൻ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ വണ്ടി എടുക്കുമ്പോൾ കാണുമല്ലേ, അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, കണ്ണു കുത്തി നടക്കുമോ എന്നൊക്കെ കളിയാക്കി ചോദിക്കുവാണ്. അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, വിട്ടുകളാം മോനെ, എന്തായാലും നമുക്ക് കിട്ടേണ്ട നീതി ന്യായവും നമുക്ക് കിട്ടിയല്ലോ, ഇനി ചുമ്മാ എന്തിനാണ് നമ്മൾ ഓരോരുത്തരോട് തർക്കിക്കാൻ പോകുന്നത് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ സച്ചി ഒന്ന് അടങ്ങുവാണ്. അത് കഴിയുമ്പോൾ സച്ചി അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നമ്മുടെ ഭാഗത്തായിരുന്നു മോനെ ന്യായം, അതുകൊണ്ട് അത് ജയിച്ചു എന്ന് പറഞ്ഞ് രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ വീട്ടിലെ ചന്ദ്ര നമ്മുടെ ശ്രുതിയുടെ അടുത്ത് നിന്നിട്ട് പറയുകയാണ്, മോളിന്ന് പോകുന്നില്ലേ പാർലറിൽ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ആ പോണം അമ്മേ, അവിടെ സ്റ്റാഫ് ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ആരെയും അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല മോളെ, കണ്ണടച്ച് ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ലാത്ത കാലമാണെന്നൊക്കെ പറയുവാണ്. എന്നിട്ട് പറയാം, മോൾക്ക് ഒഴിവില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ഇനി ഞാൻ പോയിരിക്കാം പാർലറിൽ, മോൾ വരുമ്പം ഞാനിങ്ങനെ വന്നാൽ മതിയല്ലോ. എന്നിട്ട് പറയാം, എൻ്റെ പേരുള്ള ബ്യൂട്ടി പാർലറിൽ ഞാൻ തന്നെ ഇരിക്കുന്ന വലിയൊരു പ്രത്യേക സുഖമുണ്ടല്ലോ മോളെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ മനസ്സിലോ ശ്രുതിക്ക് വേണ്ടാന്ന് പറയാനും പറ്റാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുവാണ്. ആ സമയത്ത് നമ്മുടെ ചന്ദ്ര ചോദിക്കുന്നുണ്ട്, മോക്കൊരു കല്യാണീനെ അറിയാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ശ്രുതി ഒന്ന് ഞെട്ടുവാണ്. എന്നിട്ട് പറയാം, മോളുടെ ഫോണിലൊരു കോൾ വന്നായിരുന്നു, കസ്റ്റമറാന്നോർത്ത് ഞാൻ ഫോൺ എടുത്തായിരുന്നു, പെട്ടെന്ന് തന്നെ അവർ ഫോൺ വെച്ചിട്ട് പോയി എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ശ്രുതി പറയാം, അത് വല്ല റോങ് നമ്പർ ആയിരിക്കും ആൻറ്റി എന്നിങ്ങനെ പറഞ്ഞ് ഒഴിവാക്കി വിടുവാണ്. അത് കഴിഞ്ഞ് ശ്രുതി ഇങ്ങനെ ഇരുന്ന് ചിന്തിച്ചിട്ട് വിമലേനെ വിളിക്കുവാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടിരിക്കുവാണോ, നിങ്ങൾ എന്തിനാ കല്യാണിയാണോ എന്ന് ചോദിച്ചു വിളിച്ചത്, ഇനിയിപ്പോൾ ഞാനായിട്ടല്ല ഇവിടെ പറഞ്ഞ് ഇവിടെ എല്ലാവരും അറിയാൻ വേണ്ടിയിട്ടാണോ എന്നൊക്കെ വിമലോട് കുറേ ചൂടാവുകയാണ് കേട്ടോ. അപ്പോൾ വിമല പറയുന്നുണ്ട്, മോളെ, നീ ആ ഫോൺ എടുത്തതെന്ന് ഓർത്ത് പറഞ്ഞാൽ എനിക്ക് തീരെ വയ്യ, തല ഇറങ്ങി വീണു, മാർക്കറ്റിൽ എന്നൊക്കെ പറയുവാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ചെറുതായിട്ട് അഴിവ് വന്നിട്ടിരിക്കുകയാണ്. അമ്മേ, എങ്ങനെയുണ്ട് ഇപ്പോൾ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഞാൻ എന്തായാലും വീട്ടിലോട്ട് വരാം, നമുക്കൊരു നല്ല ഡോക്ടറെ തന്നെ കാണിക്കാം എന്നൊക്കെ ശ്രുതി പറയുവാണ് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ വിമല പറയുന്നുണ്ട്, ശരി മോളെ സമയം പോലെ ഇറങ്ങുന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ശ്രുതി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് ആ മുറി കൂടി ഇങ്ങനെ ആലോചിച്ച് നടക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെയും വർഷേനെയാണ് കേട്ടോ. ശ്രീകാന്ത് ഒരു ഡിഷ് വർഷയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ വർഷ പറയുന്നുണ്ട്, പൊളിയായിട്ടുണ്ട്, സൂപ്പറാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് എടുക്കുവാണ് കേട്ടോ. മൈജിയുടെ ഒരു ഫോൺ എടുത്ത് കൊടുക്കുവാണ്. എന്നിട്ട് പറയുകയാണ്, ഇത് നിനക്കിരിക്കട്ടെ, നിൻ്റെ കൈപ്പുണ്യത്തിന് ഉള്ള ഗിഫ്റ്റായിട്ട് കണക്കാക്കിയാൽ മതി എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് അത് മേടിച്ചിട്ട് താങ്ക് യു എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് വർഷം പറയുന്നുണ്ട്, എടോ, ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ടില്ല, താനൊരു കാര്യം ചെയ്യുമോ, എന്നെ ഒന്ന് വീട്ടിലൊന്ന് ഡ്രോപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, ഞാനിപ്പോൾ വർക്കല്ലേ, ഒരു കാര്യം ചെയ്യാം, ഞാൻ നിനക്കൊരു ക്യാബ് ബുക്ക് ചെയ്ത് തരാമെന്ന് പറയുമ്പോൾ വർഷം പറയുകയാണ്, നിനക്കിപ്പോൾ ഫ്രീ ടൈമാണെന്ന് എനിക്കറിയാമല്ലോ, പിന്നെ എന്തിനിങ്ങനെ പറയുന്നത് എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതല്ല, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ട് വിട്ട് കഴിഞ്ഞാൽ നിൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ കാണില്ലേ, അവർക്കൊന്നും ചിലപ്പോൾ അത് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ വർഷം പറയുകയാണ്, അതൊന്നും എനിക്കറിയില്ല, നീ എന്നെ എന്തായാലും കൊണ്ട് വിട്ടേ പറ്റുള്ളൂ, ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് വർഷം അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്കും ശ്രീകാന്തിന് ആ കൂടെ ഒരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ അസ്വസ്ഥനായിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് നിൽക്കുന്ന ശ്രീകാന്തിനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.